സുന്ദരപാണ്ഡിപുരം പേര് വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ സുന്ദരപാണ്ഡിപുരം. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മെയിനായിട്ട് നമ്മുടെ സൂര്യകാന്തി പാടവും അതോടൊപ്പം തന്നെ അവിടുത്തെ കൃഷിസ്ഥലങ്ങളും കാണുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. ഹലോ, എല്ലാവർക്കും പര്യടനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം നമ്മൾ തിരിച്ചിട്ട് ഒരു മണിക്കൂറായി കാണും. ഏകദേശം നമ്മളൊരു 30 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിലൊന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സാരഥി എന്ന് പറയുന്നത് നീതുവാണ്. അപ്പോൾ അവൾക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി വണ്ടി എടുക്കാൻ പോകുന്നത് നീതുവാണ്. ഓക്കെ, ശരിക്കും തെങ്കാശിയിലെ സുന്ദരപാണ്ഡിപുരത്തെ സൂര്യകാന്തി പാടം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പോകുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചകൾ കണ്ടുപോവുക എന്നുള്ളതാണ്. ഈ ഒരു റോഡിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര ആളോ കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടിയൊന്നും അധികമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നീതുവിന് ഇന്ന് വണ്ടി കൊടുത്തിരിക്കുന്നത്. പേടിച്ച് വണ്ടി ഓടിക്കാൻ കേട്ടോ. അപ്പോൾ എന്നാലും നല്ല റോഡാണ്, നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം നമുക്ക് ഇവിടുന്ന് ഒരു 62 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പം ഗൂഗിൾ മാപ്പ് പറയുന്നത് ഒരു 2:20 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുമെന്നാണ്. അപ്പോൾ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എത്തും. എന്തായാലും ഇവിടെ വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നീത് ഓടിക്കുന്നതുകൊണ്ട് ഇത് പയ്യായിരിക്കും നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം, കുളത്തുപുഴ നേരെ നിലമേൽ ഇടത്തോട്ടാണ്, തെന്മല നേരെ. നമ്മൾ തെന്മല റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മടത്തറ എത്തി. ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പം വെയിലും ഉണ്ട്, ചെറിയൊരു മഴ പൊടിച്ചിലും ഉണ്ട് കേട്ടോ. പക്ഷെ ഈ കാടിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം തെന്മല എത്തിച്ചേർന്നൊക്കെയാണ്. അതായത് തെന്മലയിലേക്ക് ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഈ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇനി ഫ്രണ്ടിൽ വരുമായിരിക്കും. നല്ല രസമാണ് കേട്ടോ അതിലെ കൂടെ വണ്ടി ഓടിക്കാൻ. ഫ്രണ്ടിലത്തെ 2 സൈഡും ഭയങ്കര ഗ്രീനറിയാണ്. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഇതിലെ ഈ റോഡിലൂടെ വണ്ടി ഇങ്ങനെ ഓടിക്കാനേ നൈസ് ഫീലാണ് കേട്ടോ. നല്ല വ്യൂ, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഈ റോഡ് കിടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയൊരു റോഡാണ് ഇത് കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് നീതുവിന്റെ വണ്ടി തട്ടിയെടുത്തിട്ട് ഞാൻ ഓടിക്കുന്നത്. അതാണ്ട് ഈ കാണുന്നല്ലേ നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന ഇതിലെയാണ് നമ്മളൊന്ന് ബോട്ടിംഗ് സഫാരിക്ക് പോയത്. ഓർമ്മ ഉണ്ടോ ഇത്? ഇത് തെന്മല ഡാമിന്റെ പിറകു വശമാണ്. ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഈ ബോട്ടിങ്ങിന് വേണ്ടി പോകാൻ. ഇവിടുത്തെ കുരങ്ങന്മാര് ടെററാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ അമ്മ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അവര് പിടിച്ച് വാങ്ങിയാണ്. അന്ന് നമുക്ക് വന്നപ്പോൾ ഉള്ള അനുഭവമാണ്. ഓർമ്മയുണ്ടോ നിന്റെ ഇത് മാങ്ങ വാങ്ങിച്ചപ്പോ? അയ്യോ, എടുത്തോണ്ട് പോയി. അതിങ്ങനെ തരാനാണ് പറയണ, ഗുണ്ടായിസോണോ? കൊള്ളായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ കൊല്ലം. മറ്റേ ഒരു പൊട്ടാറ്റോന്റെ ഇത് വാങ്ങിയത്. ഇവിടുന്നല്ലേ നമ്മൾ കഴിച്ചത്. ഇതാണ് തെന്മല പാലം.
ഇതാണ് തെന്മല തൂക്കുപാലം, അത് തെന്മല ഡാം. ഷട്ടർ തുറന്നേക്കാണ് കേട്ടോ, അത് രസമുണ്ട്. അപ്പം തെന്മല ഡാമിൽ കയറണമെങ്കിൽ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കയറാൻ വേണ്ടിയിട്ട്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ആണത്. ഇവിടെയാണ് നമ്മൾ തെന്മലയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകേണ്ടത്. നല്ല പാക്കേജസ് ഉണ്ട്. എൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോണത് ഈ ഭാഗത്തൂടെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അന്ന് അഡ്വഞ്ചർ ചെയ്ത് നമ്മൾ ഇതിലേക്ക് കൂടെ പോയിട്ടല്ലേ ഇത്? നമ്മൾ അഡ്വഞ്ചർ ചെയ്ത സ്ഥലം നമുക്ക് ഓർമ്മയില്ലേ? ശകലം കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോ റൈറ്റ് സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത്. നമ്മള് മറ്റേ ബോട്ടിംഗ് ഒക്കെ ചെയ്തില്ലായിരുന്നോ? മനസ്സിലായി. റോളറ്, പിന്നെ നമ്മുടെ എയർ ഗണ്ണ് നമ്മള് പരീക്ഷിച്ചത്. ഇതന്നെ ബസ് നിൽക്കുന്നുണ്ടോ? ഇത് തന്നെ. ഇതാണ് തെന്മലയുടെ അഡ്വഞ്ചർ സോൺ കേട്ടോ. നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഈ കവാടത്തിലോട്ട് പോയിട്ടാണ്. ഇത്ര ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ? ഈ അഡ്വഞ്ചർ സോണിലേക്ക് പ്രത്യേക പാക്കേജ് ഉണ്ട്. അപ്പം ആ പാക്കേജ് ഒക്കെ എടുക്കുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഇതിന്റെ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് വേണം ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ നമ്മള് ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്തത്. മൊത്തത്തില് ഫുൾ വ്ലോഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് ഈ ഒരു ഷോർട്ട് വീഡിയോ ഒരു 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആക്ടിവിറ്റീസും തെന്മലയെ കണ്ട കാഴ്ചകൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അത് ചെയ്തിരുന്നത്. ചെങ്കോട്ട റൈറ്റിലോട്ട്, ശബരിമല ലെഫ്റ്റ്. അപ്പൊ നമുക്ക് ചെങ്കോട്ട വഴിയാണ് പോകേണ്ടത്. നമുക്ക് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പാലവും കൂടെ കാണണം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ചെങ്കോട്ട പാത വരുന്നത് കേട്ടോ. തെന്മല പോലീസ് ഹെവി വാഹനങ്ങൾ ഇതുവഴിയുള്ള യാത്രകൾ നിയന്ത്രിച്ചിരിക്കുന്നു. സോറി, അപ്പൊ ഈ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, നമ്മളെ കടത്തി വിടും. നമ്മളിപ്പം നല്ലൊരു ബ്ലോക്കിൽ വിട്ടേക്കാണേ. പെട്ടെന്നാണ് ഈ മഴ പെയ്തത് കേട്ടോ. നല്ല ബ്ലോക്കും നല്ല മഴയും. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ. കുറേ നേരം പിടിക്കും തോന്നും. നല്ല മഴയും കൂടെ ഇപ്പം പെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് റിലീസ് ആയത് നമ്മൾ ആ ബ്ലോക്കിൽ നിന്ന്. അപ്പം വരാൻ നേരത്തെ നമ്മൾ ഈ കറണ്ട് കമ്പിയും അതോടൊപ്പം തന്നെ മരം ഒടിഞ്ഞു വീണ് കിടക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. അപ്പൊ അതൊക്കെ മാറ്റുന്നതിനായിരുന്നു ആ ബ്ലോക്ക് അത്രയും വന്നത്. എന്നിരുന്നാലും നല്ല ബ്ലോക്കായിരുന്നു. കുറച്ചു നേരം കിടന്നു കേട്ടോ. നമ്മള് നേരെ കാണുന്ന ആ മലയുടെ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഇതിന്റെ ഇടയിൽ എവിടെയാണോ തവന്മാര് കയറി പോകുന്നത്? അവിടെയും കൂടെ ഒക്കെ ചെന്ന് ബ്ലോക്ക് ഉണ്ടാക്കാനാണ്. ഓക്കെ, ചെറുതായിട്ട് വെള്ളം ഒഴുകി വരുന്ന വാട്ടർഫോൾ ഉണ്ടോ? കണ്ടോ മലയുടെ അവിടെ നിന്ന്? ഓക്കെ, കണ്ടാ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ പാലം. അതെ, അവിടെ ഉണ്ടോ വെള്ളം ഒഴുകി വരണേ? നല്ല രസമുണ്ട് കേട്ടോ. നോക്കി, കുറേ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ പാലം ഇതാണ് നമ്മുടെ 13 കണ്ണറപ്പാലം. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സെയിം കൺസ്ട്രക്ഷനാണ്. അതായത് സുർക്കി മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കൊല്ലം ചെങ്കോട്ടെ റെയിൽവേ പാലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നേരെ പോകുന്ന ഒരു തുരങ്കത്തിലേക്കാണ്. അല്ലേ? ആ ഫോഗും കൂടെ ഇറങ്ങി വന്നപ്പോഴാണ് മലയ്ക്ക് സൗന്ദര്യം കൂടി.
വരുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ, അവിടെ നിൽക്കുകയാണ്. ഈ ഒരു മലനിര നോക്കി എന്റെ മുമ്പ് എന്ത് രസമല്ലേ. ഇത് ഇലയാണോ പൂവാണോ അതിന്റെ ടോപ്പിലിരിക്കുന്ന? ഇലയാണില്ലേ? പൂവാണോ അത്? ആ ഇല പോലെയാണ് എനിക്ക് തോന്നുന്നത്. പൂവാണല്ലേ അത്? നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. പക്ഷെ അത് കൊള്ളാം കേട്ടോ. അത് ഇലയാണ്. നീ ഇത് പൂവാണോ അത്? വൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പൂവാണെന്നാണ് എനിക്ക് തോന്നിയത്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഈ മഴയായോണ്ട്. കണ്ടോ ഇത് ഇലയാണ് കണ്ടോ. ഈ ഇല മടങ്ങി നിൽക്കുന്നതാണ് ആ വെള്ള കളർ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് പൂവല്ല, അത് വെള്ള. ഈ ഇല മടങ്ങുമ്പോ അതിന്റെ അടിയിലുള്ള കളറാണിത്. ഈ കാറ്റടിക്കുമ്പോ ഇല മടങ്ങുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ അത്രയും സുന്ദരമായിട്ട് തോന്നുന്നത്. മഴയത്ത് പോത്തിന് വേണ്ടി റോഡിന്ന് ഭയങ്കര ബ്ലോക്ക് കേട്ടോ. നമ്മൾ ഇത്രയും നേരം വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ തെന്മല കഴിഞ്ഞതും ഭയങ്കര ബ്ലോക്ക്. ഇതൊരു രക്ഷയില്ല കേട്ടോ മലയുടെ ആദ്യം. ഹായ്, എന്താ രസമല്ലേ. ആ തെങ്ങിൻ തോപ്പൊക്കെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ചെറിയൊരു പാടം, ആ മല. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു കാഴ്ച. ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിട്ടാണ് കേട്ടോ ഈ ഒരു ഭംഗി കിട്ടണത്. ഇതിപ്പം തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇനി ഈ കാഴ്ചകളാണ്. അതായത് റോഡിന്റെ നടുവിൽ കുറെ ബാരിയർ ഇങ്ങനെ വെച്ച് സ്ലോ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ. ശിവഗിരി 61 കിലോമീറ്റർ. ഇവിടുന്നാണോ ശിവഗിരി പോകണം? ശിവഗിരി വേറെ ഏതെങ്കിലും ശിവഗിരി ആയിരിക്കും. മധുര 194, തിരുനെൽവേലി 76 കിലോമീറ്റർ. ഓ റൈറ്റ് സൈഡിലാണ് കൃഷിപ്പാടാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ അതൊരു രക്ഷയില്ല കേട്ടോ. അത് നീ കണ്ടായിരുന്നാ? എന്റെ മോനെ, ആ വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് വണ്ടി വളയ്ക്കാം. നിക്ക് ഒരു സെക്കൻഡ്. ആ മലയുടെ ഇത് നോക്കിയേ, എന്തോ ഇത് വരച്ചു വെച്ചേക്കാണോ? നീ ഇത് ലെഫ്റ്റിലോട്ട് നോക്കിയേ. എന്ത് ഭംഗിയാ. ഞാവൽ കാടും മേടും കേറി പാലകൾ പൂക്കണ കാവ് കേറി മണിലങ്ങി പൂക്കൾ നുള്ളി മാല കുരുത്തേ പോകാം. എന്ത് ഭംഗിയാ മലയുടെ അവിടുന്ന് ആ പോക്ക് ഇറങ്ങി വരണ രക്ഷയില്ല കേട്ടോ. നാടൊന്നു കാണാൻ പോകാം, മറ്റാരും കാണാതെ പുഴയോടും ചൊല്ലാതെ നേരത്തെ കാലത്തെ പോകാം. നമ്മളിപ്പോ പോയിട്ട് തിരിച്ചു വന്നതാണ് ഈ വ്യൂ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, ഈ മനോഹാരിത കാണാതെ എങ്ങനെ പോകാനാ? ഒരു രക്ഷയില്ല കേട്ടോ. കണ്ണിന് കുളിർമ വരുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. ഇപ്പൊ കൊടയും കൂടെ പറന്നു പോകുന്നു. നമുക്കിനി ഇവിടുന്ന് വണ്ടി തിരിച്ച് ഈ വഴി വേണം ഇനി പോവാൻ. അപ്പം നമ്മുടെ യാത്ര കണ്ടിന്യൂ. ചെറിയ ചെറിയ തെങ്ങുകളാണ്, പക്ഷെ അതിലെല്ലാം തേങ്ങയുണ്ട്. നല്ല ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല കുറെ പാടങ്ങളുണ്ടല്ലോ.
മഴയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആ പോസ്റ്റൊക്കെ അവിടെ ഇരിക്കുന്നു. വെള്ളം നിറഞ്ഞപ്പോ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു പോണായിരിക്കും. വയലിണക്ക് എന്തെങ്കിലും ആയിരുന്നാണ് അല്ലേ? അതെ അതെ അതെ. അത് നോക്കിയല്ലോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന. ഓ അത് ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ. വരുന്ന വഴിക്ക് അതായത് സുന്ദരപാണ്ഡിപുരത്ത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ള വരുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചയുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാതെ എങ്ങനെയാണ് പോകുന്നത് ഒന്ന് നോക്കി. ആ കാണുന്ന റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്നതായി കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ ഇതാ ആ പാടം ഇങ്ങനെ കാണാൻ. അത് ഞങ്ങൾ ദൂരമായിട്ട് വിൻഡ് മില്ല് കറങ്ങുന്നതാണ്. നമുക്ക് തെങ്ങിൻ പാടം റൈറ്റ് സൈഡിലൊക്കെ ഈ സൈഡിലൊക്കെ അവിടെ ഒരു വിൻഡ് മില്ല്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ വെളിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ കാറിൻ്റെ അകത്ത് കയറിയിരുന്ന് സംസാരിക്കുന്നത്. ഭയങ്കര കാറ്റ്. പക്ഷെ കാറ്റിനോടൊപ്പം തന്നെ ഈ കാഴ്ച ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി സുന്ദരപാണ്ഡിപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെ മനോഹരമായ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഇനി പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം. ഇതൊരു ബണ്ട് റോഡാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതായത് ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശമാണ്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ ഇവിടെ എനിക്ക് ഒന്ന് മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചേക്കുന്നത്. അതായത് എപ്പോഴും വെള്ളം കയറാനോ അല്ലെങ്കിൽ ഈ വെള്ളം അപ്പുറത്തേക്ക് പോയി കൃഷിഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. തെങ്ങൊക്കെ നട്ട് വെച്ചേക്കുന്നത്. ശരിയാണ്. ഇപ്പം എണ്ണയുടെ വിലയൊക്കെ എന്തോ അല്ലേ. ഇപ്പം പുതിയത് നല്ല കൃഷി തെങ്ങൊക്കെ തന്നെയാണ്. മരം നോക്കി എല്ലാം ഭയങ്കര കുറവ്. നിങ്ങളുടെ നാട്ടിൽ മറ്റേ ശിവക്ഷേത്രത്തിൽ നമ്മൾ മറ്റേ പൂജിക്കാൻ വേണ്ടിട്ട് വെക്കുന്ന പൂവിന്റെ പേരെന്തായിരുന്നു? ആ പൂവല്ലേ ഇത്? ഇവിടെ നോക്കി ഈ മണ്ണിന്റെ കളർ നോക്കി. ലെഫ്റ്റ് സൈഡിൽ മണ്ണിന്റെ കളർ നോക്കി അല്ലേ? വേറൊരു കളർ. പന നമ്മളിങ്ങോട്ട് വരുമ്പോൾ നൊങ്ക് വിൽക്കാൻ നിർത്തിയില്ലായിരുന്നു. അതായത് നൊങ്ക് അതുള്ളല്ലേ വണ്ടിയില്. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ആ പുല്ലിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ? അതിന് വേറൊരു ഭംഗിയാ. നമ്മളിത്ര പച്ചപ്പും കുറെയൊക്കെ കണ്ടിട്ട് വന്നോണ്ട് ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് വലിയ പാടമാണെന്നാണ് കേട്ടോ മൊത്തത്തില്. നമ്മൾ ആ പാടം കണ്ടെത്തിയിരിക്കുകയാണ്, സൂര്യകാന്തി പാടം. പക്ഷെ അവിടെ എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പം കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ അവിടെ വണ്ടിയൊക്കെ കിടക്കുന്ന കേട്ടോ. വേറെ പോവാൻ വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെ ഇറങ്ങും ഇവിടെ? ഓ, നമുക്ക് ആ സൂര്യകാന്തി പൂത്തിരിക്കുന്ന കാണാൻ പറ്റും. അതിലെ വല്ല ഉണ്ടോ റൂട്ട്? ഇവിടുന്ന് ആ റോഡ്, അതുകൊണ്ട് അവിടെ നിന്ന് ഒരു റോഡ് വരുന്നുണ്ടോ? അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു റോഡ് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. ആ, അവിടെ നിന്ന് ഒരു വഴി കിടപ്പുണ്ട്. ആ, ജസ്റ്റ് ഒന്ന് പോയി നോക്ക്. നമ്മളൊരു മലയാളി ഫാമിലി ഇവിടെ നമ്മുടെ പിറകിൽ വരുന്നുണ്ട് കേട്ടോ. ആകെ ഇവിടെ കുറച്ചേ കൃഷിയുള്ളൂ. കഴിഞ്ഞ വർഷം പോലെ ഒന്നും വലുതായിട്ടൊന്നും കൃഷി വന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മള് അതിനനുസരിച്ച് വേണം പ്ലാൻ. കാറ് അല്ലല്ല, നമുക്ക് അതിലേ പോകാൻ പറ്റും.
எதுல மக்களே போனே? ஆமா 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 ஆமா. அந்த வழியில பைக் இருக்கலாம். ஓ, அதுல எந்த லெஃப்ட்டா? ஓகே, உங்க பேர் என்ன? ஷெகிராஜன். ஹாய் சேகிராஜன். உங்க? பவிஷா. பவிஷா. ஓகே, எந்த கிளாஸ்ல படிக்கிறீங்க? 10 தாங்களா? 10 ரூபீஸா? 6th and 7th. നീ സൂപ്പറാണല്ലോ. മുട്ടായി വാങ്ങാനാണോ? സ്വീറ്റ് സാപ്പിട്ടதுக்கா? ஆமா. என்னவே? சாக்லேட். Thank you. சாக்லேட். സാപ്പിട്ടോ? Thank you. Bye. Bye bye. ബൈ ബൈ. സോ നമുക്ക് പോകേണ്ടത് അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ്. ഈ കാറ് പോകുന്ന വഴിയില്ലേ, അതിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. പോകാൻ പറ്റുമോ? അയ്യോ, ഒടുക്കത്തെ ചെളിയാണല്ലോ. ഇതാണ് ഒരു പറയുന്ന വഴി. നല്ല വഴി. ഇവിടെ ടിക്കറ്റ് വെച്ചായിരിക്കും കേട്ടോ കയറുന്നത്. തോന്നുന്നില്ല, ടിക്കറ്റ് ഒന്നും കാണുന്നില്ല ഇവിടെ. കാണും. കാര്യം ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പം പാടം. ഫുൾ മലയാളി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ വരുന്നത്. റൈറ്റ് ചേർന്ന് പോകുമ്പോ കുഴിയുണ്ട്. ഓ, നമ്മള് പുഴയുടെ അവിടെ എത്തിയല്ലോ. സ്ഥലമില്ലേലും ഫ്രണ്ടിലോട്ട് പുഴയിലോട്ട് ചാടാനായിട്ട്. സൈഡിലോട്ട് പോകുന്നു. രക്ഷയില്ല കേട്ടോ, എന്ത് രസാ നോക്കിയേ. നമ്മുടെ വണ്ടി ഇതുവരെ വന്നു കേട്ടോ. ഇത് ഒഴുകുന്ന പുഴ എന്തോ ആണെന്ന് തോന്നുന്നു, ഇതുവരെ ആണെന്ന് തോന്നുന്നു എൻ്റെ. പക്ഷെ നമ്മൾ ഇതുവരെ വന്നു കേട്ടോ. ഓക്കെ, വണ്ടികളെല്ലാം ഇവിടെയാണ് നമ്മൾ പത്ത് പാർക്ക് ചെയ്തേക്കണേ. എന്ത് ഭംഗിയാ. സൂര്യാന്തി പാടുന്നതുകൊണ്ട് അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് പോകാം. നമ്മൾ വന്നപ്പോൾ നമ്മളെ കുറേ പിള്ളേരുണ്ടല്ലോ, ഇവിടുത്തെ നല്ല സ്മാർട്ട് പിള്ളേരാണ് കേട്ടോ. അവർ ഓരോ സാധനങ്ങൾ നെല്ലിക്കൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വരുന്നു. നമ്മുടെ 10 രൂപയെങ്കിലും 10 രൂപയെങ്കിലും തരാൻ പറയുന്നു. മാണിക്കച്ചിറകുള്ള മറുത്ത് കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാണുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീതി കുതിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഹോയ് തണ്ണീരം താനേ താനേ, തണ്ണീരം താനിന്നാനേ. അപ്പോൾ ഈ സൂര്യകാന്തി പാടത്തിലേക്ക് കയറാൻ ഇവിടുന്ന് ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അതായത് ടിക്കറ്റായിട്ടൊന്നും തരുന്നില്ല, ഇത് ഇവരുടെ പാടമാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് ആൾക്കാർ ഈ പൂവൊക്കെ പറിച്ച് ഈ പൂവിനെയൊക്കെ കേടാക്കുന്നതുകൊണ്ട് തന്നെ ഇവരൊരു 100 രൂപ ഫിക്സഡ് ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പം 2 പേരായാലും 3 പേർക്കായാലും അവരെല്ലാം കൂടെ ഒരു 100 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ പോലെ ഇവിടെ സൂര്യകാന്തി പാടം നമ്മൾ അത്ര പ്രതീക്ഷിച്ച് വന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ഇവർ കൂടുതൽ വിത്തോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. കാര്യം മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു കിടക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇവർ ചോളകൃഷിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന സൂര്യകാന്തി പാടത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചോളം നട്ട് വളർത്തിയിരിക്കുകയാണ്. അപ്പം മിക്ക പാടങ്ങളിലും ഇപ്പം പല കൃഷികളാണ്. അതായത് സൂര്യകാന്തി കൃഷി ഇപ്പോൾ ഇവിടെ നടത്തുന്നത് കുറവാണ്. കതിരോലത്തേൽ
സുന്ദരവാണ്ടിപുരം കണ്ടിട്ട് ഞങ്ങൾ പോകാൻ നിർത്തി അടിപൊളി ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി നിർത്തിയതാ ഈ കാഴ്ചകളൊന്ന് കാണണേ, നിങ്ങളൊന്ന് കണ്ടു. കണ്ടു മലനിര ഓഹോ കണ്ടു താഴ്വര താമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും ഹോയ് തന്തിരം താനേ താനേ തന്തിരം താനിന്നാനേ നാനേ. എന്റെ ഫോണ് മിക്കാറും ഇപ്പൊ പറന്നു പോകുന്നു തോന്നി കാറ്റില്. ഓണൊന്നും കറിയില്ല. പച്ച വിരിച്ച പച്ച പരവതാനി പോലെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് നല്ലൊരു നെൽപ്പാടം. അങ്ങനെ ആ പാടമൊക്കെ കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കൃഷിപ്പാടങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത്. ആ കൃഷിപ്പാടത്തിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു വീടിരിക്കുന്നുണ്ടോ, എന്ത് രസമായിരുന്നെന്ന് അറിയാമോ നേരിട്ട് കാണുമ്പോൾ. അതേപോലെ തന്നെ ഈ കാറ്റടിക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള കാറ്റാണ് വരുന്നത്. അപ്പോൾ ഈ അവിടെ നട്ട് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഇതുണ്ടല്ലോ ഞാറുകൾ, അതിങ്ങനെ കാറ്റിനോടൊപ്പം ഇങ്ങനെ തലോടി പോകുന്നതായിട്ട് നമുക്ക് ഈ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.